നമ്മുടെ സമ്മർ വെക്കേഷൻ ഡെയിലി വ്ളോഗ് സീരീസിലെ ഡേ 13 വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 13 ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇന്നും എനിക്ക് നേരത്തെ പോകണം, അതിനുവേണ്ടി നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ദിവസം മിക്കപ്പോഴും പഴം വാങ്ങുന്ന ദിവസമാണ്. ഒന്നെങ്കിൽ ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് എന്നൊരു തീരുമാനം നമ്മൾ വെക്കുക. അപ്പോൾ ഇന്നലെ പഴം വാങ്ങിച്ചായിരുന്നു, ചെറുപഴം. അങ്ങനെയായിട്ട് വന്ന വഴിക്ക് റവ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുവാണ്. പിന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറെ വലിയ ടിന്നിൽ നിന്ന് കുഞ്ഞു ടിന്നിലോട്ട് പകർത്തി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപ്പുമാവിൽ അങ്ങനെ ഒത്തിരി എരിവോ കാര്യങ്ങളോ വേറെ ഒന്നും പച്ചക്കറികളൊന്നും ഇടത്തില്ല. കറി ഇട്ട് കഴിഞ്ഞാൽ വേറെ ആരും കഴിക്കത്തില്ല, മെയിനായിട്ട് പിള്ളേർ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കടുക്, സവോള, കറിവേപ്പിലൊക്കെ മാത്രമേ ഇടത്തുള്ളൂ. എനിക്ക് കുറച്ച് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ ഇവർ കഴിക്കാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വന്നു. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്നു. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പറ്റത്തില്ല. എനിക്ക് കഴിഞ്ഞ മാസം പണി കിട്ടുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് 2 പേർക്കുള്ള വെള്ളം ഞാൻ 4 കുപ്പിയിലാക്കിയിട്ട് മാറ്റി വെക്കോട്ട്. ചൂട് തീരെ വെള്ളം കുറവാണ് കുടിക്കുന്നത്. അല്ലുകുഞ്ഞ് പിന്നെ ദാഹിക്കുമ്പോഴൊക്കെ എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെങ്കിലും കുടിച്ചോട്ട് ഓർത്ത് കുപ്പിയിലാക്കി കൊണ്ട് വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇടയ്ക്ക് നേരത്തെ പോകണം, എന്നിട്ട് ലീവാണ്ടോ, ഡ്യൂട്ടിക്കെല്ലാം പോണത്. വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോകാം, എറണാകുളത്ത് പോകണം കേട്ടോ. അങ്ങനെ ഏട്ടായി നേരത്തെ പോയി ഞാനും ഇറങ്ങുവാണ് കേട്ടോ. ഇന്നും നല്ല തിരക്കുള്ള ദിവസമാണ് ലാബിൽ. അതുകൊണ്ട് പിന്നെ അവിടുത്തെ വലിയ സീൻസോ കാര്യങ്ങളൊന്നും തന്നെ എടുക്കണ്ട. നേരെ ലാബിലിട്ട് കയറി ചെന്നു. രാവിലെ ഇന്നും പതിവ് പോലെ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഫാസ്റ്റിംഗ് എടുക്കാൻ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഫുഡ് ഇവിടെ നിന്നുണ്ട്. ഫ്രൈഡ് റൈസും ചിക്കനും അച്ചാറും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇറങ്ങി. ഇന്നലെ പിന്നെ ചെന്ന പാടത്തിന് ഫുൾ ക്ലീനിങ് ആയിരുന്നല്ലോ. അത് നല്ല സമയം എടുത്തിട്ടാണ് ഒതുക്കിയത്. അപ്പം അത്രയൊക്കെ ഒതുക്കിയതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്നെന്തായാലും കൊളാക്കി എടുത്തില്ലെന്ന് ഓർത്ത് വീട്ടിൽ കയറി നിൽക്കിയപ്പം ഇന്നലത്തെ അത്രയും ഇല്ലായിരുന്നു. എല്ലാം കൂടി കുത്തിമറിച്ചിട്ടില്ല. നല്ല ചെറിയ ബിൽഡിംഗ് ബ്ലോക്സും കാര്യങ്ങളൊക്കെ അവിടെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പം അമ്മച്ചി ചായം പോട്ടെ നമ്മുടെ കോഫി തിളപ്പിച്ചൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുടിക്കാൻ വേണ്ടി എടുത്തപ്പോഴേക്കും നല്ല ചൂടായിരുന്നു. ഞാൻ ചൂടായിട്ട് ഞാൻ ഒന്നും കുടിക്കാറില്ല, നല്ല ആറി ഇത്തിരി തണുത്തിരൊക്കെ ഞാൻ കുടിക്കാറുള്ളൂ കേട്ടോ. അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ അച്ചുട്ട് നെൽക്കുഞ്ഞ് നല്ല കളിയാണ്, പടമൊക്കെ വരച്ചിട്ട് കളിയാണ്. പിന്നെ ചായയൊക്കെ ആറിയപ്പോൾ ഞാൻ അതിലൊന്ന് കുടിച്ചു. പിന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഞാൻ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ബട്ടർ വെച്ചിട്ട് പിന്നെ അത് മുട്ടയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഈ സമയത്ത് വല്ലതും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പല്ലുകുഞ്ഞ് ഇതൊരു സാധനം കൊണ്ട് കാണിക്കോട്ടെ എന്നെ, ഐ ലവ് യു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ സ്നേഹം കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ച് കാണിക്കും കേട്ടോ. പിന്നെ അച്ഛൻ വന്നപ്പോൾ അതായത് കൈയോടെ അച്ഛനെയും കൊണ്ട് കാണിക്കുവാണ്. അതിനകത്ത് 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. കുറേ ഒരു 1 ഇട്ടിട്ട് കുറേ 0 അങ്ങ് കിട്ടും. അത്രയും ലവ്വാന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതായിട്ട്. അങ്ങനെ ഞാനത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു. ഇടയ്ക്ക് ഇങ്ങനെ സ്നേഹം കൂടുമ്പോൾ ഇതുപോലത്തെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ്. ഇനി ഏട്ടാ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് 2 പേരും പല്ല് തേപ്പിക്കാൻ കൊണ്ടുപോയി കേട്ടോ. ഈ പല്ല് തേപ്പിക്കുന്ന ശീലം കുറേ ആയിട്ട് ഇപ്പോൾ പല്ല് വന്ന സമയം മുതൽ അവരെ കൊണ്ട് പല്ല് തേപ്പിക്കോട്ടെ നൈറ്റ്. അങ്ങനെ ഒരു ശീലമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കേടൊന്നും വന്നിട്ടില്ല, ഇനിയും വരാണ്ടിരിക്കട്ടെ. തെച്ചുടിക്കാണെങ്കിൽ മേളത്തെ പല്ല് ഒരു ചെറിയൊരു കേട് പോലെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അത് അവൾ കുറച്ചും കൂടെ മടിയായിരുന്നു പല്ല് തേപ്പിക്കുക. പിന്നെയാണ് സ്ട്രിക്റ്റ് ആയിട്ട് അവളെ പല്ല് തേപ്പിച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുന്നതിന് മുടിയൊക്കെ ഉണ്ടക്കെട്ട് കെട്ടി മേളിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കിടക്കാൻ പോകട്ടെ. ഇനി ഒരു അംഗമാണ് ഉറക്കാനായിട്ട് ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ളത് നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ.